ഓർമ്മയ്ക്കായി ഭാഗം 48. ഞാൻ വേഗം വരാം. പിന്നെ അത് നീ പോയി നോക്കണ്ട കേട്ടോ. നാളെ ഞാൻ ഇട്ടു തരുമ്പോൾ മാത്രം നീ കണ്ടാൽ മതി, ആൽഫി പറഞ്ഞു. അത് എന്നോട് മുത്തച്ഛൻ പറഞ്ഞു ഞാൻ കാണരുതെന്ന്. നാളെ ഇച്ചായൻ കഴുത്തിലിട്ട് തരുമ്പോൾ മാത്രമേ ഞാനത് കാണാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ വന്ന് നോക്കിയില്ല, അമ്മ പറഞ്ഞു. ഞാൻ ഞാൻ വേഗം വരാവേ എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു. അവൻ അവിടെ നിന്ന് തന്നെ വിളിച്ചു, ജഗദീഷ്, കേശവ്, എൽദോ, കഴിഞ്ഞില്ലേ, വേഗം വാ, എനിക്ക് വേഗം വീട് വരെ എത്തണം, ആൽഫി പറഞ്ഞു. ആ കഴിഞ്ഞു, ദാ വരുന്നു. എന്താടാ, നിനക്ക് ബാത്റൂമിൽ പോണോ, എൽദോ ചോദിച്ചു. എന്താ? ആ, പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ? അതൊന്നുമല്ല, വാ നിങ്ങൾ. അല്ല, ഇതൊന്നും ഇട്ട് നോക്കണ്ടേ? നിങ്ങളുടെ സൈസിനുള്ളതല്ലേ എടുത്തിരിക്കുന്നത്, പിന്നെ ഇഷ്ടപ്പെട്ട കളറും. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇട്ട് നോക്കിയാൽ മതി, ആൽഫി പറഞ്ഞു. ഇവനെന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇവന് ബാത്റൂമിൽ പോകണം, അതാ. എടാ, ടോയ്ലറ്റ് ഇവിടെ ഉണ്ടാക്കും. കേശവ്, ഇവിടെ ടോയ്ലറ്റ് ഇല്ലേ, എൽദോ ചോദിച്ചു. ദേ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു, നീ ഇനി സംസാരിച്ചാൽ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കുന്നു, ആൽഫി പറഞ്ഞതും എൽദോ വേഗം വായ പൂട്ടിപ്പിടിച്ചു. വാ എന്ന് പറഞ്ഞ് ആൽഫി മുന്നിൽ നടന്നു. അവൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും. എന്തായിരിക്കും, കേശവ് ചോദിച്ചു. അത് കുറച്ച് ഉച്ചത്തിൽ ചോദിക്കാൻ പറ്റുമോ, എൽദോ ചോദിച്ചു. അതെന്തിനാ? അല്ല, എനിക്ക് കേട്ടതുപോലെയുള്ള വഴക്ക് നിനക്കും കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം, എൽദോ പറഞ്ഞു. വെറുതെ അല്ല അവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്നു പറഞ്ഞത്, പോടങ്ങട് എന്ന് പറഞ്ഞ് എല്ലാവരും വേഗം പുറത്തേക്കിറങ്ങി. സെക്യൂരിറ്റിയോട് അത് അടയ്ക്കാൻ പറഞ്ഞ് താക്കോലും കൊടുത്തുകൊണ്ടാണ് അവർ പോയത്. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ 1:15 ഇനിയിപ്പോൾ ഉറങ്ങാൻ സമയമുണ്ടോ? 3:30 എഴുന്നേറ്റ് പോകണ്ടേ അമ്പലത്തിൽ? 3:30 3 മണിക്ക്, ആൽഫി പറഞ്ഞു. ആൽഫി, നിനക്ക് നിന്റെ വിവാഹം നടക്കാൻ പോകുന്നതിൽ ടെൻഷനുണ്ടോടാ? ഒരു പേടി, വെപ്രാളം അതൊക്കെ തോന്നുന്നുണ്ടോ, കേശവ് ചോദിച്ചു. എന്തിന്? ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കുന്നതിൽ ഒത്തിരി സന്തോഷമേ ഉള്ളൂ. പിന്നെ വെപ്രാളം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെപ്രാളമുണ്ട്, അത് മറ്റൊന്നും അല്ല കേട്ടോ. അത് പള്ളിയിൽ വെച്ചുള്ള മിന്നുകെട്ട് പോലെയല്ലല്ലോ, അമ്പലത്തിൽ വെച്ചല്ലേ. എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയും അത് ചെയ്യുമ്പോഴുള്ള ഒരു വെപ്രാളവും, അത്രയേ ഉള്ളൂ, ആൽഫി പറഞ്ഞു. അല്ല പിന്നെ, ആ മിന്നുകെട്ടാണെങ്കിലേ നമ്മുടെ ആൽഫി അടിപൊളിയായിട്ട് അമ്മുക്കൊച്ചിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയാനെ. ഇതിപ്പോൾ താലി എന്നൊക്കെ പറയുമ്പോൾ അത് മഞ്ഞച്ചരടിയിലല്ലേ, അങ്ങനെ എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ കയറിയിട്ടും പിന്നെ മണ്ഡപത്തിൽ അടുത്തു നിന്നൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാനും പോയിട്ടില്ല. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് 2-3 വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് കെട്ടുന്നതെന്ന്. ഈ കെട്ടുന്നതിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ കേശവ്, എൽദോ ചോദിച്ചു. ആ ഉണ്ട്, അത് എങ്ങനെയാണെന്ന് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം, ഞാൻ കാണിച്ചു തരാം. യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാം, സമയമുണ്ടല്ലോ, ഇനിയും ഒരു 2 മണിക്കൂർ കൂടി, ജഗദീഷ് പറഞ്ഞു. ആ പിന്നെ ആൽഫി, താലികെട്ട് നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം, ഫസ്റ്റ് നൈറ്റ് യൂട്യൂബിൽ നോക്കി പഠിക്കണ്ട കേട്ടോ, എൽദോ പറഞ്ഞതും 3 പേരും അവനെ ഒരുപോലെ ആട്ടി. 3 പേരുടെയും ആട്ടലിൽ എൽദോ അവൻ്റെ 2 ചെവിയും പൊത്തി സീറ്റിലേക്ക് ചുരുണ്ടുകൂടിയിരുന്നു. ഇനി നീ മിണ്ടിയ അവനായിരിക്കില്ല നിന്നെ ചവിട്ടി പുറത്താക്കാൻ പോകുന്നത്, ഞങ്ങളായിരിക്കും, കേശവ് പറഞ്ഞു. ഓ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ച് അവനിരുന്നു. വീടെത്തിയതും ആൽഫി കാറിൽ നിന്നും ഇറങ്ങി ഓടി വീടിനകത്തേക്ക് കയറി. ഇവന് ബാത്റൂമിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൽദോ പറഞ്ഞു. മിണ്ടാതിരിക്കേ, വാ ആ കവറെല്ലാം എടുത്തോ, കേശവ് പറഞ്ഞു. അവർ 3 പേരും അകത്തേക്ക് കയറി. അവർ നേരെ ആൽഫിയുടെ മുറിയിലേക്കാണ് നടന്നത്. ഇതേ സമയം ആൽഫി മുറിയിലെ ടേബിളിൽ വെച്ചിരുന്ന ആ ബോക്സ് എടുത്ത് നോക്കുകയായിരുന്നു. അവൻ ആ ബോക്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജഗദീഷും കേശവും എൽദോയും കൂടി അകത്തേക്ക് കയറി വന്നത്. എന്താടേ ഇത്, എൽദോ ചോദിച്ചു. അത് നാളെ ഞാൻ അമ്മുവിൻ്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലിയാണ്, ആൽഫി പറഞ്ഞതും. ഇതെപ്പോൾ മേടിച്ചു നീ? എടാ, ഇതാണോ നീ പറഞ്ഞ അമ്മുവിൻ്റെ മുത്തച്ഛൻ തന്ന ഒരു പ്രത്യേകതരം താലി എന്ന് കേശവ് ചോദിച്ചു. അതെ. എന്നിട്ട് നീ എന്താ തുറക്കാത്തത്, തുറന്നു നോക്ക് എന്ന് പറഞ്ഞ് ജഗദീഷും അവൻ്റെ അടുത്തേക്ക് വന്നു. ആൽഫി അവരെ 3 പേരെയും നോക്കിക്കൊണ്ട് ആ ബോക്സ് തുറന്നു. ചുവന്ന പട്ടിലാണ് അത് പൊതിഞ്ഞിരിക്കുന്നത്. ആ ചുവന്ന പട്ട് ആൽഫി കയ്യിലെടുത്തു. അതിൽ നിന്നും അവൻ ആ മാല പുറത്തേക്കെടുത്തു.
2 സ്വർണ്ണ ചങ്ങലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള ഒരു പെൻഡൻ്റ് ഉണ്ട്. അതിൽ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. അതിനടുത്തായി അപ്പുറവും ഇപ്പുറവുമായി 2 പതക്കങ്ങൾ. അതിനടുത്തായി ചുവന്ന 2 നീളൻ മുത്തുകൾ. ഇതെല്ലാം ഒരു ചെയിനിൽ കോർത്തിരിക്കുന്നു. ഇത് കൊള്ളാലോ, ഇത് നല്ല കട്ടിയുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണോ താലി? ഇത് കുറേ ഉണ്ടല്ലോ എന്ന് എൽദോ ചോദിച്ചു. ഇത് അവരുടെ ആചാരപ്രകാരമുള്ള താലിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത അതിനുണ്ടാകും. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് കേശവ് പറഞ്ഞു. നന്നായിട്ടുണ്ട്. ഇതവളുടെ കഴുത്തിൽ കിടന്നാൽ പിന്നെ വേറെ ഒരു മാലയും വേണ്ട, അത്രയും ഉണ്ടല്ലോ ഇത്, ജഗദീഷ് പറഞ്ഞു. പക്ഷേ ഇത് അവളുടെ കഴുത്തിൽ എപ്പോഴും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മാലയിലേക്ക് മാറ്റാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, ആൽഫി പറഞ്ഞു. എന്തായാലും ഒരു പ്രൗഢിയുണ്ട്, ഇഷ്ടപ്പെട്ടു എനിക്ക്, ജഗദീഷ് പറഞ്ഞു. ഇത് നോക്കാനാണോ നീ വേഗം ഓടി വന്നത്? എൽദോ ചോദിച്ചു. അതെ, മുത്തശ്ശൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് അമ്മു പറഞ്ഞു. കാണാനൊരു ആകാംക്ഷയായിരുന്നു. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, ആൽഫി അത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അതെ മണവാളാ, കിടന്ന് ഉറങ്ങ്, കുറച്ച് സമയമെങ്കിലും ഉറങ്ങ്, അല്ലെങ്കിൽ താലി കെട്ടാൻ നേരത്ത് ഉറക്കം തൂങ്ങും, എൽദോ പറഞ്ഞു. അവനത് ആ ചുവന്ന പട്ടിൽ തന്നെ പൊതിഞ്ഞ് ബോക്സിലേക്ക് വെച്ചു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് കയറി. അവൻ്റെ ബെഡിലേക്ക് എൽദോയും ജഗദീഷും കേശവും കൂടി കിടന്നു. അവൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു 3 പേരും ഉറക്കം പിടിച്ചിട്ടുണ്ട്. അവൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെയുള്ള സോഫയിൽ വന്ന് കിടന്നു. എന്തോ ആൽഫിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കിടന്നിട്ടും ഉറക്കം വരാതെയായപ്പോൾ അവൻ എഴുന്നേറ്റ് ആ ബോക്സ് തുറന്നു. അതിൽ നിന്നും ആ താലി എടുത്തു. അത് അവൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ചു. വാതിലിൽ മുട്ടുകേട്ടാണ് ആൽഫി കണ്ണു തുറന്നത്. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു. അപ്പോഴും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ മാല. അവൻ അതിലേക്കൊന്ന് നോക്കി. മോനെ ആൽഫി, എഴുന്നേക്ക് എന്ന് വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ടതും ആൽഫി വേഗം ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് വല്യമ്മച്ചി നിൽക്കുന്നത് കണ്ടതും, വേഗം റെഡിയാവ്. അല്ല, നീ ഇന്നലെ എവിടെ പോയതാ? എപ്പോഴാ വന്നേ? അത് വല്യമ്മച്ചി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ടേബിളിലിരുന്ന ഒരു കവറെടുത്ത് വല്യമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് അമ്മുവിനൊടുക്കാനുള്ള സാരിയാണ്. അന്ന് ഞങ്ങൾ ഷോപ്പിൽ പോയി എടുത്ത ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ അവൾ ഒരു ഡിസൈനർ ബ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. അത് ഈ സാരിക്ക് മാച്ചാവും. ഇതെടുക്കാൻ പറയും, ആൽഫി പറഞ്ഞു. നീ ഇതെടുക്കാൻ വേണ്ടി പോയതാണോ? അതെ, ഇന്നലെ രാത്രി കേശവൻ്റെ വീട്ടിൽ പോയി അവനെയും പൊക്കിക്കൊണ്ടുപോയി ഷോപ്പ് തുറന്ന് എടുത്തതാണ്, ആൽഫി പറഞ്ഞു. അപ്പോഴാണ് വല്യമ്മച്ചി അകത്തു നിന്നും കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടത്. അതാരതിനകത്ത്? വല്യമ്മച്ചി ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ബെഡിൽ കിടക്കുന്ന 3 പേരെയും കണ്ടതും, ഇവരുണ്ടോ ഇവിടെ? ഇന്നലെ ഞാൻ ചെന്ന് വിളിച്ചു, ഇവരും കൂടി വേണമെന്ന് തോന്നി, ആൽഫി പറഞ്ഞു. അപ്പോഴാണ് വല്യമ്മച്ചി അവൻ്റെ കയ്യിലിരിക്കുന്ന ആ മാല കാണുന്നത്. ഇതെന്താ മോനെ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി അതിൽ പിടിച്ചു. ഇത് അമ്മുവിൻ്റെ കഴുത്തിൽ കെട്ടാനുള്ള താലിമാലയാണ്. അമ്മുവിൻ്റെ മുത്തശ്ശൻ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്, ആൽഫി പറഞ്ഞു. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു പ്രൗഢിയൊക്കെ തോന്നുന്നുണ്ട്, ഒരു ആഢ്യത്വം അല്ലേ, വല്യമ്മച്ചി പറഞ്ഞു. പക്ഷേ മോനെ, ഇത് ഒരുപാട് വലിപ്പമുള്ളതാണെന്ന് തോന്നുന്നു. അതേ വല്യമ്മച്ചി, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. വലിപ്പം മാത്രമല്ല, തൂക്കവുമുണ്ട്, ആൽഫി പറഞ്ഞു. ആ ചെറിയ പെങ്കൊച്ചിൻ്റെ കഴുത്തിൽ ഇത് ഇത്രയും വലുത് കിടന്നാൽ വളരെ പൊലിമ തോന്നിക്കും, പെട്ടെന്ന് ആൾക്കാരെ ശ്രദ്ധിക്കും, വല്യമ്മച്ചി പറഞ്ഞു. അത് കുഴപ്പമില്ല, ഈ താലി ഉള്ളിലേക്ക് ഇട്ടാൽ മതി എപ്പോഴും. ഇത് കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവൾ ഊരാൻ സാധ്യതയില്ല, ആൽഫി പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാണ്, അവൾക്ക് ഇതിനോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും സംസാരിച്ച സമയം കളയുന്നില്ല, നീ വേഗം പോയി ഫ്രഷ് ആവും. ഇനി അവന്മാരെയും വിളിച്ച് എഴുന്നേപ്പിക്കേ. ഞാൻ വേഗം പോയി എല്ലാവർക്കും ഉള്ളൊരു കോഫി എടുക്കാം, ഓരോ കോഫി കുടിച്ചിട്ട് പോകാം. ഇനി പുറത്തുനിന്ന് ഈ സമയത്ത് കിട്ടില്ലല്ലോ, വല്യമ്മച്ചി പറഞ്ഞു. വല്യമ്മച്ചി, ആരും എഴുന്നേറ്റിട്ടില്ലല്ലോ? ഇല്ല, ഇവിടെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ 5:30-6 മണിയാവും എന്ന് നിനക്കറിയില്ലേ? അല്ല മോനെ ആൽഫി, ഈ സാരി നീ കൊടുക്കുന്നതല്ലേ നല്ലത്, വല്യമ്മച്ചി ചോദിച്ചു. ആണോ? പിന്നെ അവർക്ക് പുടവ കൊടുക്കൽ ഒരു ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ കൊടുത്തോ, വല്യമ്മച്ചി പറഞ്ഞു. അവൾ എഴുന്നേറ്റിട്ടുണ്ടോ വല്യമ്മച്ചി? ആൽഫി ചോദിച്ചു. അവൾ എഴുന്നേറ്റിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ വാതിൽ തുറന്നു, വല്യമ്മച്ചി പറഞ്ഞു.
എന്നാൽ ഞാൻ പോയി ഫ്രഷായി വന്നിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ആ കവർ അവൻ തിരിച്ച് വാങ്ങി വെച്ചു. വല്യമ്മച്ചി അപ്പോഴേക്കും താഴേക്ക് പോയി. ആൽഫി വേഗം തന്നെ വാഷ്റൂമിലേക്ക് കയറി. അവൻ ഫ്രഷായി ഇറങ്ങി. പിന്നെ ബെഡിൽ കിടക്കുന്ന 3 പേരെയും കുത്തി എഴുന്നേൽപ്പിച്ചു. അവരും ഫ്രഷാവാൻ പോയുന്ന സമയത്ത് ആൽഫി ആ സാരിയുമായി അമ്മുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ കുളി കഴിഞ്ഞ് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട്. ഇത്ര രാവിലെ അമ്മയെ വിളിച്ചോ? ആൽഫി റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഇതെന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ആൽഫി അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് സ്ക്രീനിൽ അമ്മയെ കണ്ടത്. എന്താ അമ്മേ, എന്തിനാ ഇപ്പോൾ കരയുന്നത്? അത് ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ വരാമെന്ന് വിചാരിച്ചാലും ഈ സമയം കൊണ്ട് എത്തില്ല എന്ന് അവൾക്ക് അറിയാവുന്നതാ. എന്നിട്ട് പെണ്ണ് കിടന്ന് കൊഞ്ചുന്നത് നോക്കിക്കേ. ഞാൻ പറഞ്ഞു ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു മിന്നുകെട്ട് അമ്മ വരുമ്പോൾ നടത്താമെന്ന്. പക്ഷേ പെണ്ണിൻ്റെ കണ്ണ് നിറയ്ക്കൽ മാറുന്നില്ല. അമ്മ തമാശ പോലെ പറഞ്ഞതെങ്കിലും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ആൽഫി കണ്ടു. അതിനെന്താ, അമ്മ ഇത് കാണും. നമ്മുടെ അടുത്തില്ലെങ്കിലും അടുത്ത് നിന്നുകൊണ്ട് തന്നെ അമ്മ ഇത് കാണും, ആൽഫി പറഞ്ഞു. അല്ല, മോൻ റെഡിയായല്ലോ. അപ്പോഴാണ് അമ്മു ആൽഫിയെ ശ്രദ്ധിച്ചത്. കസവ് മുണ്ടാൻ എടുത്തിരിക്കുന്നത്. റെഡ് കളറിലുള്ള ഒരു ഷർട്ടും ഇട്ടിട്ടുണ്ട്. ആ, ഞാൻ റെഡിയായി. ഞാൻ ദേ ഈ സാരി കൊടുക്കാൻ വേണ്ടി വന്നതാണ്, ആൽഫി പറഞ്ഞു. സാരിയോ? ഇതിപ്പോൾ വാങ്ങി? ഞാൻ ഇന്നലെ രാത്രിയല്ലേ ഇക്കാര്യം പറഞ്ഞത്? ആ, രാത്രി പോയി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ടല്ലോ, അന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്, അവനെയും കൂട്ടിപ്പോയി അവിടെ തുറന്ന് എടുത്തതാണ്, ആൽഫി പറഞ്ഞു. അതെയോ? എന്നാൽ പിന്നെ അത് കൊടുത്തേക്ക് എന്ന് അമ്മ പറഞ്ഞു. അമ്മു 2 കൈ നീട്ടി അവൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് അത് വാങ്ങുമോളെ, അമ്മ പറഞ്ഞു കേട്ടതും അമ്മു ആ ലാപ്ടോപ്പ് അവിടെ വെച്ചുകൊണ്ട് ആൽഫിയെ നോക്കി. ആൽഫിയുടെ കാലിൽ തൊടാൻ പോയതും അവൻ പെട്ടെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. വേണ്ട, ആ പരിപാടി വേണ്ട, ഇതാ വാങ്ങ് എന്ന് പറഞ്ഞ് അവൻ ആ ബോക്സിൽ നിന്നും ആ ചുവന്ന പട്ടുപുടവ എടുത്ത് അവളുടെ നേരെ നീട്ടി. 2 കൈ നീട്ടി അവളത് സ്വീകരിച്ചു. അപ്പോൾ റെഡി ആയിക്കോട്ടോ, ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ ഉണ്ടാകും. അന്ന് റെഡിമെയ്ഡ് നിങ്ങൾ എടുത്തില്ലേ, അത് ഓർത്തിട്ടാണ് ഞാൻ ഈ റെഡ് തന്നെ എടുത്തത്, ആൽഫി പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. എന്നാ അമ്മു, വേഗം റെഡി ആയിക്കോ. ഇപ്പോൾ തന്നെ സമയം 3 മണിയാവാൻ പോകുന്നു. ഇവിടെ നിന്നും ഒരു 3:15 ആകുമ്പോഴേക്കും ഇറങ്ങണ്ടേ ആൽഫി? ആ, ഒരുപാട് ദൂരമില്ല, അതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങിയാൽ മതി, ആൽഫി പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആൽഫി അമ്മുവിനെ നോക്കി. വേഗം റെഡിയായിട്ട് വരണം, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ ഒന്ന് തൊട്ടുകൊണ്ട് ആൽഫി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മു വാതിലടയ്ക്കാൻ ചെന്നപ്പോഴാണ് അവളുടെ അടുത്തേക്ക് മുത്തശ്ശൻ വരുന്നത് കാണുന്നത്. മുത്തശ്ശൻ്റെ കയ്യിൽ എന്തോ ഒരു കവറൊക്കെയുണ്ട്. ഇതെന്താ മുത്തശ്ശ? അവളുടെ അടുത്ത് വന്ന് മുത്തശ്ശൻ അവളുടെ നേരെ നീട്ടിയതും അവൾ ചോദിച്ചു. ഇത് മോൾക്കിടാനുള്ള ആഭരണങ്ങളാണ് മുത്തശ്ശ. ഇതെല്ലാം കൂടി ഇട്ടാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വേഗം ഇട്ടിട്ട് റെഡിയായിട്ട് താഴെ വരൂ, ഇനി സമയമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അത് അവളെ ഏൽപ്പിച്ചുകൊണ്ട് താഴേക്ക് പോയി. അമ്മു വേഗം തന്നെ റെഡിയായി. ചുവന്ന പട്ടുസാരിയിലും മുത്തശ്ശന് കൊടുത്ത ലക്ഷ്മി മാലയിലും കമ്മലും വളകളും ഇട്ടപ്പോൾ തന്നെ അവളെ കാണാൻ ഒരു ദേവിയെപ്പോലെ തോന്നിച്ചു. അവൾ മിററിൽ നോക്കി. മുടി വെറുതെ അഴിച്ചിട്ടു. 2 സൈഡിൽ നിന്നും ഒരു പിന്നലിട്ടു. നെറ്റിയിൽ ഒരു പൊട്ടും. കണ്ണുകൾ നന്നായി വാലിട്ടെഴുതി. അതിൽ മാത്രം അവളുടെ ഒരുക്കങ്ങൾ അവസാനിച്ചു. അപ്പോഴേക്കും വല്യമ്മച്ചി അകത്തേക്ക് കയറി വന്നു. മോളെ, അത്രമാത്രം വിളിച്ചതും അവർ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ട് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ശരിക്കും ദേവിയെപ്പോലെയുണ്ട്, വല്യമ്മച്ചി പറഞ്ഞു. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി അവളെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞോ മോളുടെ ഒരുക്കം? വല്യമ്മച്ചി ചോദിച്ചു. കഴിഞ്ഞു. എന്നാ വാ എന്ന് പറഞ്ഞ് അവളെ കൈ പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. റൂമിൻ്റെ ഡോറടച്ചു. താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുന്ന അമ്മുവിനെയും വല്യമ്മച്ചിയെയും കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് ആൽഫി വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് തന്നെ എല്ലാവരും ഉണ്ട്. എന്താണ് ഈ കാണുന്നത്? കാവിലെ ഭഗവതി ഇറങ്ങി വരുന്നതോ? എൽദോ ചോദിച്ചതും ആൽഫിയും കേശവും ജഗദീഷും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അല്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ സിനിമയിൽ ലാലേട്ടൻ പറയുന്നില്ലേ, അതുപോലെ തോന്നുന്നു. എന്തായാലും നിന്റെ കൊച്ചു സുന്ദരിയായിട്ടുണ്ട് ആൽഫി, എൽദോ പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മുവിനെ മുത്തശ്ശൻ ചേർത്ത് പിടിച്ചു. സുന്ദരിയായിട്ടുണ്ട്. അമ്മയെ കാണിക്കണ്ടേ?
അത് അമ്പലത്തിൽ ചെന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അമ്മു പറഞ്ഞു. അമ്മു മുത്തശ്ശൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. പിന്നെ തിരിഞ്ഞു നിന്ന് വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കാലിലും തൊട്ട് അനുഗ്രഹം വാങ്ങി. അതെ, വേഗം ഇറങ്ങാം, ഇവിടെ ലൈറ്റും ശബ്ദമൊക്കെ കേട്ട ആരെങ്കിലും എഴുന്നേറ്റ് വന്ന പ്രശ്നമാവും എന്ന് ജഗദീഷ് പറഞ്ഞതും അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. 3 കാറുകളിലായിട്ടാണ് അവർ അവിടെ നിന്ന് പോയത്. മുത്തശ്ശൻ്റെ കാറിൽ അമ്മുവും വല്യപ്പച്ചനും വല്യമ്മച്ചിയും കയറി. ആൽഫിയുടെ കാറിൽ അവനും അവൻ്റെ കൂട്ടരും. മറ്റൊരു കാറ് ഡ്രൈവർ എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ആൽഫിയും അമ്മുവും ആ കാറിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് അവർ ആ കാർ എടുത്തത്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ മാണിക്യത്താന്മാരുടെ ക്ഷേത്രത്തിലെത്തി. അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിലെ പൂക്കടകളെല്ലാം പതിയെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ആ, നട തുറക്കുന്ന സമയമായതുകൊണ്ട് പൂക്കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ഞാൻ പോയി പൂ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ജഗദീഷ് വേഗം കാറിൽ നിന്നും ഇറങ്ങി പൂക്കടയിലേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് മുല്ലപ്പൂമാല വാങ്ങിക്കൊണ്ട് അവൻ തിരിച്ചു വന്നു. എടാ, നീ അപ്പോൾ ഇവർക്കിടാനുള്ള തുളസിമാലയും പിന്നെ താമരപ്പൂമാല അങ്ങനെയൊന്നും വാങ്ങിയില്ലേ? കേശവ് ചോദിച്ചു. പിന്നെ ഈ സമയത്ത് ചെന്ന് മാല ചോദിച്ചാൽ അവർക്ക് സംശയം വരില്ലേ? ജഗദീഷ് ചോദിച്ചു. അത് ശരിയാണല്ലോ. എന്നാ വാ, വേഗം വാ, ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ നിർമ്മാല്യം തൊടാനൊക്കെ വന്നിട്ടുണ്ടാവും. നോക്കിയിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മുന്നേ നടന്നു. മുത്തശ്ശൻ്റെ പുറകെ ബാക്കിയുള്ളവരും. എല്ലാവരും അകത്തേക്ക് കയറാൻ പോയപ്പോഴേ കണ്ടു നടയിൽ നിന്നും ഇറങ്ങി വരുന്ന ശങ്കരവാര്യരെ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. കയറി വാ എല്ലാവരും, അദ്ദേഹം വിളിച്ചതും എല്ലാവരും അകത്തേക്ക് കയറി. ആൽഫിയും മറ്റുള്ളവരും ഷർട്ടെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. വല്യപ്പച്ചനും ഷർട്ട് മാറി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് നടയിലേക്ക് നിന്നു. ഒരുപാട് സമയമില്ല, ആളുകൾ എത്തുന്നതിന് മുമ്പ് ഈ ചടങ്ങ് നടത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും തിരുനടയിലേക്ക് കയറി. അല്ല, മാല കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു. താലിമാലയല്ലേ, കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആൽഫിയെ നോക്കി. അവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ബോക്സ് കൊടുത്തു. അതിൽ നിന്നും തുറന്ന് ആ തട്ടത്തിലേക്ക് അവൻ തന്നെയാണ് ആ മാല എടുത്തു വെച്ചത്. അതുമായിട്ട് ശങ്കരവാര്യർ വീണ്ടും നടയിലേക്ക് കയറി. അമ്മു നടയിൽ നിന്നും പ്രാർത്ഥിച്ചു. ഇതെല്ലാം എൽദോ അവൻ്റെ ഫോണിലെ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. എൽദോയും കേശവും. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നടയിൽ നിന്നും ഒരു തട്ടവുമായിട്ട് തിരുമേനി ഇറങ്ങി വന്നു. അമ്മുവിനും ആൽഫിക്കും തീർത്ഥം കൊടുത്തു. പിന്നെ മുത്തശ്ശനും. അവരെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ആൽഫിയും ചെയ്തു. ഇനി ഈ ചന്ദനം തൊട്ടു കൊടുക്കുമോളെ എന്ന് പറഞ്ഞതും അമ്മു ആൽഫിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടു. തിരിച്ച് ആൽഫിയും. ഇനി ഇത് മോളുടെ കഴുത്തിലേക്ക് ചാർത്തിക്കോളൂ എന്ന് തിരുമേനി പറഞ്ഞതും ആൽഫി അതെടുത്തു. ഒന്ന് ദേവീ നടയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. തട്ടത്തിലിരിക്കുന്ന കുങ്കുമം ആൽഫി എടുത്ത് അമ്മുവിൻ്റെ നെറ്റിയിൽ ചാർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശൻ്റെ ഫോണിലെ വീഡിയോ കോളിൽ അമ്മുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ചടങ്ങെല്ലാം കഴിഞ്ഞു മോളെ, മുത്തശ്ശൻ പറഞ്ഞു. ഇല്ല, ഒരു ചടങ്ങ് കൂടിയുണ്ട് എന്ന് പറഞ്ഞ് ശങ്കരവാര്യർ വീണ്ടും ദേവീ നടയിലേക്ക് ചെന്നു. അവിടെ നിന്നും തിരിച്ച് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ തട്ടത്തിൽ മറ്റൊരു മാലയുണ്ടായിരുന്നു. ഇത് മോള് ആൽഫിക്ക് ഇട്ടുകൊടുക്ക് എന്ന് പറഞ്ഞ് ആ തട്ടം അമ്മുവിന് നേരെ നീട്ടി. എല്ലാവരും ആ മാലയിലേക്ക് നോക്കി. ഓം എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു ശൂലം, അതിൽ ഒരു കല്ല് പതിപ്പിച്ചിരിക്കുന്നു. ആ കല്ലിന് വല്ലാത്ത തിളക്കം ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി. വലിയൊരു മാലയിലാണ് ആ ലോക്കറ്റ് തൂങ്ങിക്കിടക്കുന്നത്. അമ്മു അത് കയ്യിലെടുത്തു. ആൽഫി പതിയെ തല കുനിച്ചു കൊടുത്തതും അമ്മു അത് അവൻ്റെ കഴുത്തിലിട്ടു. ഇത് സാധാരണ മാലയല്ല, ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഞാനല്ല പറഞ്ഞു തരേണ്ടത്, അതിനുള്ള ആൾ എത്തും, ആ തിരുമേനി പറഞ്ഞു. പിന്നെ മോളെ, രണ്ടുപേരും പരസ്പരം ഈ താമരമാല അണിയിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞതും 2 മാലകൾ രണ്ടുപേരും കയ്യിലേക്കെടുത്തു. ആൽഫിയും അമ്മുവും പരസ്പരം ആ മാലകൾ കഴുത്തിൽ ചാർത്തി. ആൽഫി, നീ ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ തിരുമാംഗല്യം, ഇത് മോളുടെ സംരക്ഷണവും അവൾ ഇട്ടു തന്നിരിക്കുന്ന ഈ ശൂലവും നിന്റെ സംരക്ഷണവുമാണ്. രണ്ടുപേരും ഒരിക്കലും ഇത് കഴുത്തിൽ നിന്നും ഊരരുത്. നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുകൊണ്ട് സാധിക്കും. നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും ഇത് സംരക്ഷിക്കുകയും ചെയ്യും, തിരുമേനി പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി വൈകിക്കണ്ട, പോയിക്കോളൂ. ഇവിടെ നിന്നും നേരെ ആൽഫിയുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവിടെ നിന്നും രണ്ടുപേരും തിരിച്ച് അയ്യങ്കാർ മനയിലേക്ക് ചെല്ലണം. അവിടെ നന്ദഗോപൻ നട തുറക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകണം, അദ്ദേഹം പറഞ്ഞു. അതിനു മുമ്പ് അമ്മുവിൻ്റെ കൈ ആൽഫിയുടെ കൈയിലേക്ക് മുത്തശ്ശൻ ചേർത്ത് വെച്ചു കൊടുത്തു. കാത്തുകൊള്ളണം എൻ്റെ കുഞ്ഞിനെ.
എൻ്റെ മോളെ സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ, മുത്തശ്ശൻ നിറഞ്ഞ കണ്ണാലെ ആൽഫിയോട് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ കന്യാദാനവും നടത്തി അവിടെ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.